ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളെല്ലാവരും പറയാറില്ലേ അവൾ സ്വയം ചെയ്തതാ, അല്ലെങ്കിൽ അവൾ സ്വയം പറഞ്ഞതാ, അല്ലെങ്കിൽ അവർ സ്വയം ചെയ്തതാ. ഇങ്ങനെ നമ്മൾ സ്വയം ചെയ്തതാ എന്ന് പറയാറുണ്ടല്ലേ. ചില ആളുകൾ സ്വയം ചെയ്തത് തന്നെത്താൻ ചെയ്തതാന്ന് പറയാറുണ്ട്. തന്നെത്താനെ ചെയ്തതാന്ന് പറയും. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ചെയ്തതാ, മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ ചെയ്തതാ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അവൾ സ്വയം ചെയ്തതാ, അല്ലെങ്കിൽ നീ പോയിട്ട് സ്വയം ചെയ്യ്. ഇങ്ങനെ നമ്മൾ സ്വയം എന്നുള്ള വാക്ക് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സെൻറ്റൻസ്, ഇത് അവൾ സ്വയം ചെയ്തതാ, തന്നെ ചെയ്തതാ എന്നാണ് കേട്ടോ. തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തതാണ്, തന്നെ എന്നുള്ള മീനിങ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഇറ്റ് സെൽഫ്. ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ എന്താ, തന്നെ ചെയ്തതാ. സ്വയം ചെയ്താന്നൊക്കെ പറയില്ല, തന്നെ അല്ലെങ്കിൽ സ്വയം, ഒറ്റയ്ക്ക്, മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ. ഓക്കെ, അപ്പോൾ ഇത് അവൾ സ്വയം ചെയ്തതാ എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയാം? അവൾ എന്നുള്ളതിന് നമുക്കറിയാം ഷീ എന്നാണ്. ചെയ്യുക എന്നുള്ളതിനോ ഡു ആണ്. അപ്പോൾ ചെയ്തു എന്നാകുമ്പോൾ ഡിഡ് വേണമല്ലേ. ഷീ ഡിഡ് ഇറ്റ്, അവൾ സ്വയം ചെയ്തു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഷീ ഡിഡ് ഇറ്റ്, അവൾ ചെയ്തു എന്നാൽ. ഇനിയോ അവൾ സ്വയം ചെയ്തു എന്നുള്ള മീനിങ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് വേർഡ് ഉപയോഗിക്കണം? ഇറ്റ് സെൽഫ് എന്നുള്ള വേർഡ് ഉപയോഗിക്കണം അല്ലേ. അപ്പോൾ ഷീ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇറ്റ് സെൽഫിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഇറ്റ് സെൽഫ് എന്തായിട്ട് മാറും? ഹേർ സെൽഫായിട്ട് മാറും കേട്ടോ. ഇറ്റ് സെൽഫ് എന്തായിട്ട് മാറും? ഹേർ സെൽഫായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഷീ ഡിഡ് ഇറ്റ് ഹേർ സെൽഫ് എന്നായിട്ട് മാറും കേട്ടോ. ഷീ ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ഹേർ സെൽഫായിട്ട് മാറും. ഇനി അവിടെ അവൻ സ്വയം ചെയ്തതാന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? അവൻ, ഹീ ഡിഡ് ഇറ്റ് ഹിംസെൽഫ്. ഹീ സബ്ജക്റ്റ് ആയതുകൊണ്ട് എന്തായി? ഹിംസെൽഫായി. ഓക്കെ, ഷീ ആയതുകൊണ്ടോ ഹേർ സെൽഫായി. ഇനി അവർ സ്വയം ചെയ്തതാന്ന് എങ്ങനെയാണ് പറയാം? ദേ ഡിഡ് ഇറ്റ്, അവർ ചെയ്തു. സ്വയം എങ്ങനെയാ? ദംസെൽഫ് കേട്ടോ. ദേ സബ്ജക്റ്റ് ആയതുകൊണ്ട് ദംസെൽഫായി മാറി. ഓക്കെ, ഇനി നമ്മളാണ് സബ്ജക്റ്റ് വരുന്നത് എങ്കിൽ വി ഡിഡ് ഇറ്റ്, നമ്മൾ ചെയ്തു. എങ്ങനെയാ? സ്വയം ചെയ്തു. എങ്ങനെയാ പറയാ? വി ഡിഡ് ഇറ്റ് അവർ സെൽഫ്, ഞങ്ങൾ സ്വയം ചെയ്തു. അവർ സെൽഫ്, ഞങ്ങൾ തന്നെ ചെയ്തു. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? ഹി ഹിംസെൽഫ്, അവൻ സ്വയം എന്നുള്ള അർത്ഥം കിട്ടാൻ ഹി ഹിംസെൽഫായി മാറും. ഷീ ഹേർ സെൽഫ് ആവും. ദേ ദംസെൽഫ്, വി അവർ സെൽഫ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അറിയാത്തവർ പഠിച്ചു വെക്കുക. ഒരുപാട് ആളുകൾക്ക് അറിയുന്നതായിരിക്കും, പക്ഷെ അറിയാത്തവരുണ്ടാവാം. അറിയാത്തവർ ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഇനി നമ്മൾ ചെയ്യുക എന്നുള്ള വേർബ് മാത്രമല്ല കേട്ടോ, ഹിംസെൽഫും യുവർ സെൽഫും ഹേർ സെൽഫിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതൊരു വേർബും യൂസ് ചെയ്യാവുന്ന കേട്ടോ. അവർ സ്വയം കളിച്ചു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ എങ്ങനെ പറയാം? ദേ പ്ലേഡ് ദംസെൽഫ്, ഷീ പ്ലേഡ് ഹേർ സെൽഫ്. ഓക്കെ, അവൾ സ്വയം കളിച്ചു, അവൾ തന്നെ കളിച്ചു. ഓക്കെ, വി പ്ലേഡ് അവർ സെൽഫ്, ഞങ്ങൾ തന്നെ കളിച്ചു, ഞങ്ങൾ സ്വയം കളിച്ചു. ഹി റോട്ട് ഹിംസെൽഫ്, അവൻ സ്വയം എഴുതി. ഷീ റോട്ട് ഹേർ സെൽഫ്, അവൾ സ്വയം എഴുതി. ദേ റോട്ട് ദംസെൽഫ്, അവർ സ്വയം എഴുതി. ഇങ്ങനെയാണ് മീനിങ് വരാം കേട്ടോ. അപ്പോൾ ഏതൊരു വെർബിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാം. സബ്ജക്റ്റിനനുസരിച്ചിട്ട് ഈ ഇറ്റ് സെൽഫ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. സബ്ജക്റ്റ് ഹി ആകുമ്പോൾ ഹിംസെൽഫ് ആവും, സബ്ജക്റ്റ് ഷീ ആകുമ്പോൾ ഹേർ സെൽഫ് ആവും, സബ്ജക്റ്റ് വി ആകുമ്പോൾ അവർ സെൽഫ് ആവും, സബ്ജക്റ്റ് ദേ ആകുമ്പോൾ ദംസെൽഫ് ആകും. ഓക്കെ, ഇനി സബ്ജക്റ്റ് യു ആണ് വരുന്നത് എങ്കിൽ എന്തായിട്ട് മാറും? യുവർ സെൽഫായിട്ട് മാറും കേട്ടോ. സബ്ജക്റ്റ് യു ആണെങ്കിൽ യുവർ സെൽഫായിട്ട് മാറും. നമുക്ക് എക്സാമ്പിൾസ് പറഞ്ഞു നോക്കാം. യു ഡു യുവർ സെൽഫ്, നീ സ്വയം ചെയ്യ്. എങ്ങനെ പറയാം? യു ഡു യുവർ സെൽഫ്, നീ സ്വയം ചെയ്യ്. നീ സ്വയം പറയുമെന്ന് എങ്ങനെ പറയാം? യു സേ യുവർ സെൽഫ്, അല്ലെങ്കിൽ ടെൽ യുവർ സെൽഫ്. യു ടെൽ യുവർ സെൽഫ്, നീ സ്വയം പറയും. നീ സ്വയം കളിക്ക്. യു പ്ലേ യുവർ സെൽഫ്, നീ സ്വയം കളിക്ക്. ഓക്കെ, ഇനി നീ സ്വയം എഴുത്. യു റൈറ്റ് യുവർ സെൽഫ്, നീ സ്വയം എഴുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി, ഒരു ഡൗട്ട്സും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ 1-2 സെൻറ്റൻസുകളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുക. Okay, then let's wind up our class, and if you find it useful, please like, share, subscribe. Thank you.